പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. പകർച്ചവ്യാധികൾ പെരുകുന്ന കാലത്ത് ശുചിത്വമാണ് ഏറ്റവും വലിയ രക്ഷ. ഒരു കഥ കേൾക്കൂ. ശുചിത്വം പാലിക്കുക. പൊന്നു വൈദ്യരെ, എന്തെങ്കിലും ഒരു മരുന്ന് തരണം. 2 കുഞ്ഞുങ്ങളും തീരെ കിടപ്പാണ്. അല്ലിക്കുരങ്ങെത്തി കരടി വൈദ്യനെ കണ്ട് സങ്കടം പറഞ്ഞു. എന്തു പറ്റി? വിശദമായി പറയൂ. 2 പേരും 3 ദിവസമായി വല്ലതും മര്യാദയ്ക്ക് കഴിച്ചിട്ട് വയറിളക്കവും ഛർദിയും നിൽക്കുന്നില്ല. തൽക്കാലം ഞാനൊരു മരുന്ന് തരാം. അതുകൊണ്ട് മതിയാവുമെന്ന് തോന്നുന്നില്ല. ഉടൻ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. വൈദ്യർ നൽകിയ മരുന്ന് കഴിച്ചപ്പോൾ ചെറിയ ആശ്വാസമുണ്ടായി. എങ്കിലും കുറവായെന്ന് പറയാൻ പറ്റില്ല. അമ്മക്കുരങ്ങ് 2 പേരെയും കൊണ്ട് വനരാജ സർക്കാർ ആശുപത്രിയിലെത്തി. പോകും വഴിക്ക് മുഴുവനും മാലിന്യമാണ്. ഈച്ചയും കൊതുകും രോഗം പരത്തുന്ന സകല ജീവികളും പെരുകി വരുന്നു. ആശുപത്രിയിലെത്തിയ ഉടൻ ഡോക്ടർ 2 പേർക്കും ഡ്രിപ്പ് നൽകാൻ ആവശ്യപ്പെട്ടു. ശുചിത്വമില്ലായ്മയാണ് പ്രധാന പ്രശ്നം. താമസ സ്ഥലവും പരിസരവും ശുചിയായി സൂക്ഷിക്കണം. ആഹാരവും ജലവും ശുചിയുള്ളതായിരിക്കണം. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം വൃത്തിയാക്കിയാണ് വച്ചിരിക്കുന്നത്. പക്ഷേ പോകും വഴി മുഴുവൻ മാലിന്യമാണ്. അതുപോലെ മലിനജലമാണ് പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. അവർ ഞങ്ങളറിയാതെ കുടിക്കുന്നതാണ്. അതെ ഡോക്ടർ, കഴിഞ്ഞ ആഴ്ച ഞങ്ങളറിയാതെ ഇവരെവിടെയൊക്കെയോ പോയി കണ്ടതെല്ലാം വാങ്ങി തിന്നു. കുപ്പിയിൽ വരുന്ന വെള്ളം ശുദ്ധമാണെന്ന് പറഞ്ഞു വാങ്ങിക്കുടിച്ചു. നിറമുള്ള വെള്ളം കുടിച്ച് അവശരായി. അങ്ങനെ വരട്ടെ, വെറുതെ അല്ല. ഏതായാലും ഇനി ശ്രദ്ധിക്കണം. നല്ല വെള്ളം മാത്രമേ കുടിക്കാവൂ. നിറം കലക്കിയ വെള്ളം വയറിന് നല്ലതല്ല, ശരീരത്തിനും. പഴങ്ങൾ വൃത്തിയായി കഴുകി വേണം കഴിക്കാൻ. നിലത്ത് വീണ് കിടക്കുന്നവ ഒരു കാരണവശാലും കഴിക്കരുത്. രോഗാണുക്കളോ കീടങ്ങളോ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. തണുപ്പെന്ന് പറഞ്ഞ് കുളിക്കാതിരിക്കരുത്. ഒരു നേരമെങ്കിലും നിർബന്ധമായും കുളിക്കണം. വസ്ത്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം. ശരി ഡോക്ടർ, ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം. എങ്കിൽ നല്ല കാര്യം. കാട്ടിലുള്ള മറ്റുള്ളവരോടും ഈ വിവരങ്ങളെല്ലാം പറയണം. ശരി ഡോക്ടർ. ഡോക്ടർ, ആരോഗ്യവകുപ്പിൻ്റെ ശുചിത്വ പ്രവർത്തനങ്ങൾ ഇത്തവണ മന്ദഗതിയിലാണോ? ഒരിക്കലുമല്ല. ആരോഗ്യവകുപ്പ് സദാ സന്നദ്ധരാണ്. അപ്രതീക്ഷിതമായി കനത്ത മഴ വന്നതാണ് പ്രശ്നമായത്. എങ്കിലും പരമാവധി ഞങ്ങളുടെ പ്രവർത്തകർ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നുണ്ട്. ഗ്ലൂക്കോസും മരുന്നും അകത്ത് ചെന്നപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഭേദമായി. 2 ദിവസം ഇവിടെ കിടക്കട്ടെ. പൂർണ്ണമായും ഭേദമായിട്ട് പോകാം. ഇനിയും നല്ലോണം ശ്രദ്ധിക്കണം, ഡോക്ടർ പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് കുറവായപ്പോൾ അമ്മയ്ക്കും ആശ്വാസമായി.